കോഴിക്കോട് നല്ലളത്ത് ബിയർ കുപ്പി കൊണ്ട് കടയുടമയെ തലക്കിടിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. നല്ലളം പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ചെറുവണ്ണൂർ സ്വദേശി സുൽത്താനാണ് അറസ്റ്റിലായത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ചെറുവണ്ണൂരിലെ പലചരക്ക് കടയിൽ നിന്ന് ഫോൺ മോഷ്ടിച്ചതിനും അത് ചോദ്യം ചെയ്ത കടയുടമയെ മർദ്ദിച്ചതിനുമാണ് സുൽത്താൻ നൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് ഇയാൾ മൊബൈൽ ഫോൺ മോഷ്ടിച്ചത്. കഴിഞ്ഞ വർഷം മെയ് 5-നായിരുന്നു സംഭവം. സുൽത്താൻ നൂർ ഫോൺ മോഷ്ടിച്ചത് CCTVയിൽ വ്യക്തമായിരുന്നു. കടയുടമ പലചരക്ക് കടയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സുൽത്താൻ അങ്ങോട്ട് വന്നു. തുടർന്ന് താൻ ഫോൺ എടുത്തത് കടയുടമ നാട്ടുകാരോട് പറഞ്ഞത് ചോദ്യം ചെയ്തു. ഇതുകൂടാതെ 500 രൂപയും ആവശ്യപ്പെട്ടു. പണം കൊടുക്കാത്തതിനുള്ള വിരോധത്താൽ കടയുടമയുടെ മുഖത്തും നെഞ്ചത്തും ഇടിച്ചതിനു ശേഷം സമീപം സൂക്ഷിച്ചു വെച്ച ബിയർ കുപ്പിയെടുത്ത് തലയുടെ പിറകിൽ അടിച്ചു. അടികൊണ്ട് തറയിൽ വീണ പരാതിക്കാരനെ വീണ്ടും ബിയർ കുപ്പി കൊണ്ട് തുടരെ മർദ്ദിച്ചു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെ ഇയാൾ ഒളിവിൽ പോയി. അതിനുശേഷം കഴിഞ്ഞ ഡിസംബറിൽ റെയിൽവേ ട്രാക്കിൽ ഇരിക്കരുതെന്ന് പറഞ്ഞതിന് സുൽത്താൻ നൂർ പരാതിക്കാരനെ മർദ്ദിക്കുകയും അയാളുടെ ഫോൺ എറിഞ്ഞുടയ്ക്കുകയും ചെയ്തിരുന്നു. ഇയാളുടെ അക്രമം വ്യാപകമായതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ലഹരിക്കടിമയായ സുൽത്താൻ സുഹൃത്തിന്റെ സഹായത്തോടെ കോഴിക്കോടുള്ള ലോഡ്ജിൽ റൂമെടുത്ത് താമസിക്കുകയും ഇടയ്ക്കിടെ വീട്ടിൽ വരുന്നുണ്ടെന്ന രഹസ്യ വിവരവും ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചെറുവണ്ണൂരിലുള്ള ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി കാറും സ്കൂട്ടറും തീവച്ച് നശിപ്പിച്ച കേസിലെ മുഖ്യപ്രതിയാണ് സുൽത്താൻ നൂർ. ജനം, കോഴിക്കോട്.